ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഭവിക്കുന്നത് എന്താണ്? പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ്. മാധ്യമങ്ങളിൽ ഈ വാർത്ത കത്തി നിൽക്കാത്തതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ പാകിസ്ഥാൻ അല്ല വിഷയം. ഇന്ത്യ ഒന്ന് മീശ പിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ മിലിറ്ററി ഫോഴ്സുകൾ പിന്നോട്ട് പോകും. പക്ഷേ ചൈനയോട് മുട്ടുന്നത് അങ്ങനെയല്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ കേന്ദ്രത്തിനറിയാം. മോദി അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ ഇത്രത്തോളം വലിയ പ്രശ്നം കത്തി നിന്നിട്ട് പോലും ഒരക്ഷരം മിണ്ടാൻ മുന്നോട്ട് വരാത്തത്. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തി. അദ്ദേഹം നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ്: നോർത്തേൺ കമാൻഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പറ്റിയ ഒരു വീഴ്ചയാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഈ പ്രശ്നം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ നിമിഷമൊന്നും മിണ്ടാൻ തയ്യാറാകാത്ത പ്രതിരോധ മന്ത്രി ദിവസങ്ങൾക്ക് ശേഷം അവലോകന യോഗം വിളിച്ചു ചേർത്ത് അതിൽ നിന്നും കിട്ടിയ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഈ കാര്യം പരസ്യമായി തുറന്നു പറയാൻ പോലും തയ്യാറായി മുന്നോട്ട് വന്നത്. വിഷയം എത്രത്തോളം ഗൗരവമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലഡാക്ക് താഴ്വരയിലെ, അതായത് ഗൽവാൻ താഴ്വരയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലേക്ക് വരെ ചൈനീസ് സൈന്യം അധിനിവേശം നടത്തി എന്ന് വേണം പറയാൻ. 3 കിലോമീറ്ററോളം അധിനിവേശം നടത്തിയിട്ട് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ അവർ പിടിച്ചെടുത്തു. 3 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് ഏപ്രിലിന് ശേഷം നടത്തിയ അധിനിവേശത്തിനെ കുറിച്ചാണ്. മറിച്ച് അതിന് മുൻപത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 60 ചതുരശ്ര കിലോമീറ്ററോളം വരുന്ന പ്രദേശം ചൈനീസ് സൈന്യം പിടിച്ചെടുത്തു കഴിഞ്ഞു. 60 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത് 247 ഏക്കറാണ്. അപ്പോൾ 60 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത് 14,820 ഏക്കറാണ്. ചെറിയ സംഭവമല്ല. ഇന്ത്യയുടെ ഒരു വലിയ പ്രദേശം തന്നെ കയ്യേറി അധിനിവേശം നടത്തിയിട്ട് ചൈനീസ് സൈന്യം ചൈനയുടെ ഭാഗമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും കേന്ദ്ര സർക്കാർ നിശബ്ദതയിൽ തന്നെയാണ്. അത് മാത്രമല്ല, ഞെട്ടിപ്പിക്കുന്ന ചില ചിത്രങ്ങളും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. അതിലൊന്ന് ഭീകരമാണ്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്തെ സൈന്യത്തെ മനസ്സറിഞ്ഞ് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്ന സൈന്യത്തിൻ്റെ അവസ്ഥ അതീവ ഭീകരമായ ഒരു ചിത്രമാണ് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ലാത്ത ചിത്രമായിട്ട് നവമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ആ ചിത്രത്തിൽ കിടന്നിരിക്കുന്ന ഇന്ത്യൻ സൈനികരിൽ ഒരാൾ കൈകൂപ്പി ചൈനീസ് സൈനികർക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. മറ്റു ചിലർ ചൈനീസ് സൈനികരുടെ ബന്ധനങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. അതായത് ചൈനീസ് സൈനികർ ഇന്ത്യൻ സൈനികരിലെ ചിലരെ കെട്ടിയിട്ടിരിക്കുകയാണ്. ചിലർക്ക് മാരകമായിട്ടുള്ള പരിക്കേറ്റതുപോലെയാണ് ആ ചിത്രം വ്യക്തമാക്കുന്നുള്ളത്. വളരെ ദയനീയമായ ഒരു ചിത്രം തന്നെയാണ്. രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തെ സൈനികരെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ആ ചിത്രം സത്യമാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളത്. ആ ചിത്രം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചില്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനകത്ത് ചിലപ്പോൾ സന്തോഷമുണ്ടാകാം. പക്ഷേ അങ്ങനെയൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ട് കൃത്യമായ തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യ തയ്യാറാകണം. ഈ രാജ്യത്തെ ഭാരത മക്കളുടെ ഒരഭിപ്രായം തന്നെയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. പക്ഷേ മറ്റു ചില ദൃശ്യങ്ങൾ കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ വൈറലായിരിക്കുന്നത്. ഇന്ത്യൻ സൈനികർക്ക് നേരെ ചൈനീസ് സൈനികർ കല്ലെറിയുന്ന ദൃശ്യം. ഇന്ത്യൻ സൈനികർ ആ കല്ലെറിയുന്നതിനെ തടയുന്നതും തിരിച്ച് ഇന്ത്യൻ സൈനികരും കല്ലെറിയുന്നതും ആ ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി മേഖലയിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കൃത്യമായ ഇടപെടൽ നടത്തിയിട്ട് ചൈനയ്ക്ക് ഒന്നെങ്കിൽ മറുപടി നൽകാൻ ഇന്ത്യ തയ്യാറാകണം, അല്ലെങ്കിൽ ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര വിദഗ്ധന്മാരോട് സംസാരിച്ചിട്ട് വ്യക്തമായ ഒരു തീരുമാനം നടത്തിയിട്ട് അന്താരാഷ്ട്ര കോടതിയിലേക്ക് നീതിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ പോകാൻ തയ്യാറാകണം. കാരണം ഇങ്ങനെ കടന്നുകയറി
ഇന്ത്യയുടെ ഭൂരിഭാഗ മേഖലകൾ ചൈന പിടിച്ചെടുക്കാൻ സാധ്യതകളുണ്ട്. തിരിച്ചടിക്കാൻ ഭയമുണ്ട് എങ്കിൽ തിരിച്ചടിക്കാൻ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ നിങ്ങൾ നടത്താൻ മുന്നോട്ട് വരണം. അല്ലാത്ത പക്ഷം ഇന്ത്യ ചൈനയ്ക്ക് മുന്നിൽ അടിയറവ് പറയുന്നത് ഒരു ഇന്ത്യയിലെ പൗരനെന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.